മലയാളി പ്രേക്ഷകർക്ക് ഹാസ്യത്തിൻ്റെ ഒരു പുതിയ നിറം ചാർത്തിയ കലാകാരനായിരുന്നു ബിജുക്കുട്ടൻ. മിമിക്രികളിലും ടെലിവിഷൻ ഷോകളിലുമൊക്കെ സുപരിചിതനായ താരമായി ഇന്ന് ബിജുക്കുട്ടൻ മാറിക്കഴിഞ്ഞു. വലിയൊരു ആരാധക നിരയെ തന്നെ ചെറിയ സമയം കൊണ്ട് താരം സ്വന്തമാക്കി. സിനിമയിലെത്തിയപ്പോഴും താരം മികച്ച കഥാപാത്രങ്ങളെ തന്നെയാണ് അവതരിപ്പിച്ചത്. ഛോട്ടാ മുംബൈ, പോത്തൻ വാവ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ താരത്തിൻ്റെ ശ്രദ്ധ നേടിയ ചിത്രങ്ങളിൽ ചിലതാണ്. സിനിമയിൽ തനിക്ക് വേഷങ്ങൾ കുറഞ്ഞതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ ബിജുക്കുട്ടൻ പറയുന്നതാണ് ശ്രദ്ധ നേടുന്നത്. ആവർത്തന വിരസതയുണ്ടാക്കിയ കഥാപാത്രങ്ങൾ കാരണമാണ് തനിക്ക് സിനിമയിൽ വേഷങ്ങൾ കുറഞ്ഞതെന്നാണ് ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ താരം പറയുന്നത്. വാക്കുകൾ ഇങ്ങനെ: 2012-13 കാലഘട്ടങ്ങളിൽ താൻ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. തന്നെ മാറ്റി നിർത്തുന്നു എന്ന് ചിലർ പറയുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കറുപ്പ്, ജാതി, മതം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നോട് ആരും അങ്ങനെ കാണിച്ചിട്ടുമില്ല. പറയുന്നവർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അവരെ താൻ കുറ്റപ്പെടുത്തുന്നതല്ല. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഇടവേള എനിക്ക് ഫീൽ ചെയ്യുന്നത് ആവർത്തന വിരസത കൊണ്ടോ ഓവർ യൂസ്ഡ് ആയതുകൊണ്ടോ ആയിരിക്കും. ഇത് നമ്മുടെ തന്നെ നെഗറ്റീവാണ്. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാതെ പടം കുറയുമ്പോൾ ഞാൻ കറുത്തതാണ്, ഞാൻ ഇന്ന ജാതിയാണ്, അതിനാലാണ് എന്നെ മാറ്റി നിർത്തുന്നത് എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അങ്ങനെ പറഞ്ഞാൽ മമ്മൂക്കയെയും മോഹൻലാലിനെയും ഒക്കെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. 18 വർഷത്തോളമായി ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. സിനിമ കുറവാണെന്നേ ഉള്ളൂ, അല്ലാതെ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. എന്നോട് ആരും ഇതുവരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പഴയത് തന്നെയാണ് ചെയ്യുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. നല്ലത് ചെയ്യാൻ കിട്ടാത്തതിനാലാണ്. നല്ലൊരു വേഷം കിട്ടിയാൽ ഞാൻ അടിച്ചു പൊളിക്കുമെന്നല്ല പറഞ്ഞതിനർത്ഥം. ഇതുവരെ അങ്ങനെ ഒരു വേഷം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് വലിയ ബാങ്ക് ബാലൻസോ അച്ഛൻ വലിയ ജോലിക്കാരനോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ സർവൈവ് ചെയ്തു പോകുവാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നും ബിജുക്കുട്ടൻ പറയുന്നുണ്ട്. ഇപ്പോൾ പല കോമഡി ഷോകളുടെയും ജഡ്ജായി ബിജുക്കുട്ടൻ എത്താറുണ്ട്. അത്തരത്തിലും വലിയൊരു ആരാധക നിര തന്നെ ബിജുക്കുട്ടനുണ്ട്. മിമിക്രിയിലൂടെ ആയിരുന്നു താരത്തിൻ്റെ തുടക്കം. ആവർത്തന വിരസതയുണ്ടാക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ബിജുക്കുട്ടൻ പറയുന്നത്. എല്ലാ ചിത്രങ്ങളിലും തനിക്ക് ഏകദേശം ഒരേപോലെയുള്ള റോളുകളാണ് ലഭിക്കുന്നത്. അത്തരം റോളുകളോടുള്ള താല്പര്യക്കുറവ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് എന്നും ബിജുക്കുട്ടൻ പറയുന്നുണ്ട്. ഹാസ്യതാരങ്ങളെ കുറച്ചുകൂടി മികച്ച രീതിയിൽ സംവിധായകർ ഉപയോഗിക്കണമെന്നാണ് ഇത് കേട്ടുകൊണ്ട് ആളുകൾ കമൻ്റ് ചെയ്യുന്നത്. ഹാസ്യതാരമായി എത്തി മികച്ച റോളുകൾ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള നിരവധി നടന്മാർ നമുക്കിടയിൽ ഉണ്ട് എന്ന് ഓർക്കണമെന്നും പ്രേക്ഷകർ പറയുന്നു. സുരാജ് വെഞ്ഞാറമൂടും ഇന്ദ്രൻസുമൊക്കെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണെന്നാണ് പ്രേക്ഷകർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള പുതുപുത്തൻ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.